സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതിവട്ടം എന്ന് സ്ഥിരീകരിച്ച് ടൂറിസം വകുപ്പും. ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഗണപതിവട്ടം എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇക്കാര്യം പരാമർശിച്ചപ്പോൾ വലിയ വിവാദമായിരുന്നു, വലിയ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ടൂറിസം വകുപ്പിന്റെ ഈ വെബ്സൈറ്റിൽ തന്നെ ഗണപതിവട്ടം എന്ന പേര് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ചരിത്രപരമായ ഒരു രേഖപ്പെടുത്തലിന്റെ സ്ഥിരീകരണം തന്നെയാണ് പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും KP, ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് പഴയ പേരായ ഗണപതിവട്ടം എന്ന പേരിലേക്ക് മാറ്റും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം വീണ്ടും മാധ്യമങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു വിഷയം വലിയ വാർത്തയായി മാറുന്നത്. പല നേതാക്കളടക്കം, ഇപ്പോൾ ഇടതുമുന്നണിയുടെ അടക്കം നേതാക്കൾ പ്രതികരിച്ചു, അത് വെറും വ്യാമോഹമാണ്, അങ്ങനെ ഒരു പേര് സുൽത്താൻ ബത്തേരിക്കില്ല, ഗണപതിവട്ടം എന്നൊരു പേരില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്ത, അതായത് ഇന്നലെ നമ്മൾ അടക്കം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, സുൽത്താൻ ബത്തേരി നഗരസഭയുടെ മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പഴയ പേര് ഗണപതിവട്ടം എന്നായിരുന്നു എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ നൽകുന്ന വാർത്ത കേരള ടൂറിസത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന പേരും, അതായത് ഇങ്ങനെയാണ് കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നത്: കോഴിക്കോട് നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള സുൽത്താൻ ബത്തേരി സ്ഥിതി ചെയ്യുന്നത്. ഇത് മുൻപ് ഗണപതിവട്ടം എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് എന്ന് കേരള ടൂറിസത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഇവിടെ മുൻപൊരു ജൈന ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് അദ്ദേഹം ഇവിടെ വന്ന് അവിടെ അദ്ദേഹം ആയുധങ്ങൾ സൂക്ഷിക്കുകയായിരുന്നുവെന്നും ടിപ്പുവിൻ്റെ ആയുധപ്പുര പിന്നീട് സുൽത്താൻ്റെ ആയുധപ്പുര പിന്നീട് സുൽത്താൻ ബത്തേരിയായി മാറുകയായിരുന്നു എന്നും കേരള ടൂറിസം തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യവും, സുൽത്താൻ ബത്തേരിയിലെ പഴയ ആധാരങ്ങളിലും ചരിത്രരേഖകളിലുമൊക്കെ ഗണപതിവട്ടം എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ശ്രദ്ധേയകരമായ കാര്യമാണ്. എന്തായാലും കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പഴയ പേര് ഗണപതിവട്ടം എന്നുള്ളത് തന്നെയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് പേരുമാറ്റം എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ടിപ്പുവിൻ്റെയും അതുപോലെ തന്നെ അധിനിവേശങ്ങളുടെ ഭാഗമായി ഭാരതത്തിൽ പല സ്ഥലങ്ങൾക്കും ഇതുപോലെ പേര് നൽകിയിട്ടുണ്ട്. ആ പേരുകളൊക്കെ മാറ്റുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചതാണ്. എന്തായാലും കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ്. അതായത് പല അധിനിവേശങ്ങളുടെ ഭാഗമായി ഭാരതത്തിലെ പല സ്ഥലങ്ങൾക്കും, ചരിത്ര പ്രാധാന്യമുള്ള പല സ്ഥലങ്ങൾക്കും പേരുകളുണ്ട്. ആ പേരുകളൊക്കെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ചരിത്രപരമായ പല യാഥാർത്ഥ്യങ്ങളും പല വസ്തുതകളും പല രേഖകളും അതിനെ അപ്പാടെ പൊളിച്ചെഴുതുന്ന സമീപനമാണ് ഇടത് ഭരണകൂടം വലത് ഭരണകൂടം കാലാകാലങ്ങളായി സ്വീകരിച്ചത്. ഭാരതം ഭരിച്ച മറ്റ് രാഷ്ട്രീയ കക്ഷികളായില്ല. പക്ഷേ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പൈതൃകം തിരികെ പിടിക്കാനും തിരിച്ചു പിടിക്കാനുമുള്ള ഒരു ഇടപെടലാണ്, ഉദ്യമം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ ഗണപതിവട്ടം എന്ന പേര് തിരികെ കൊണ്ടുവരും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കെ സുരേന്ദ്രൻ സ്വീകരിച്ചത്. പക്ഷേ അപ്പോഴും ചില വിമർശനങ്ങൾ ഉയർന്നു, ചില അധിക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒരു സാധുതയുമില്ല എന്ന് രേഖകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച ആ കാര്യങ്ങൾക്ക് വീണ്ടും പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയും വരികയാണല്ലേ? തീർച്ചയായും കെ സുരേന്ദ്രൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രേഖകളാണ്, സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളിൽ തന്നെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. KP സൂചിപ്പിച്ചതുപോലെ തന്നെ പല നേതാക്കളും കെ സുരേന്ദ്രനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. വയനാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ആനിരാജ അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പേരില്ല, അങ്ങനെ പേര് മാറ്റാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ കേരള ടൂറിസം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഇങ്ങനെ ഒരു രേഖയുണ്ട്, അവിടെ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യമാണ്. അതുപോലെ കേരള ടൂറിസത്തിൻ്റെ സൈറ്റിൽ പറയുന്ന മറ്റൊരു കാര്യവും ശ്രദ്ധേയമാണ്. അവിടെ ഒരു ജൈന ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ഗണപതിവട്ടം എന്നുള്ളൊരു പേര് ഇപ്പോൾ അതാണ് ഇന്നലെ മുതൽ ചർച്ചാ വിഷയം. അതുതന്നെയാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു പേര് തന്നെയാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ചർച്ചാ വിഷയം. എന്തായാലും ആ ഒരു പേര് മാറ്റത്തെ സംബന്ധിച്ച് വളരെ വലിയ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് KP. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതിവട്ടം എന്ന് സ്ഥിരീകരിച്ച് ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഗണപതിവട്ടം എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ നൽകിയത്.